എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കപ്പി കാച്ചാതെയും ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ഉപയോഗിക്കാതെ നല്ല നാടൻ രീതിയിലുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഇതിൽ ഈസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. എന്നാൽ തന്നെ നാടൻ സ്റ്റൈലിലാണ് ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു നാടൻ രീതിയിലുള്ള പാലപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 250 ml കപ്പിൽ കറക്റ്റ് 1.5 കപ്പോളം വരുന്ന പച്ചരി ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചരി നന്നായിട്ട് കുതിരണം. ഒരു 4 അല്ലെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂർ നന്നായിട്ട് അങ്ങോട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള പച്ചരിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ആദ്യം 1.5 കപ്പോളം വരുന്ന പച്ചരി നന്നായിട്ട് ക്ലീനായിട്ട് കിടക്കുന്ന ഒരു മിക്സിയുടെ ജാറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പോളം വരുന്ന സാധാരണ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു പച്ചരി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. വെള്ളം ചേർക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് കൂടി പോകാൻ പാടില്ല. 1.5 കപ്പ് പച്ചരിക്ക് 1/2 കപ്പോളം വരുന്ന സാധാരണ വെള്ളം മാത്രം മതി. ഇനി ഈ ഒരു വെള്ളവും പച്ചരിയും കൂടി നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ എത്രത്തോളം തരികളില്ലാതെ നിങ്ങൾക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം നന്നായിട്ട് തരികളില്ലാതെ പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഈ ഒരു പച്ചരി ഞാൻ ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, തരികളില്ലാതെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. അതേപോലെ 1.5 കപ്പ് പച്ചരിക്ക് 1/2 കപ്പോളം വരുന്ന സാധാരണ വെള്ളം മാത്രം മതി കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകാൻ പാടില്ല. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ ചിരകിയെടുത്തിട്ടുള്ള തേങ്ങയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പച്ചരി അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ ഒരു 1/2 കപ്പ് അളവിൽ വേവിച്ചെടുത്തിട്ടുള്ള ചോറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/2 കപ്പോളം വരുന്ന സാധാരണ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത്. ഈ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നമ്മൾ നേരത്തെ പച്ചരി അരച്ചതുപോലെ നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയും ചോറും കൂടി അരച്ചെടുത്തിട്ടുള്ള മാവ് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടി ഇതുപോലുള്ളൊരു സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ തവിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മാവ് പുളിച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ കപ്പി കാച്ചോ ഒന്നും ചെയ്യുന്നില്ല. പകരം ഈ ഒരു മാവ് പുളിച്ച് പൊങ്ങാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങാവെള്ളമാണ് കേട്ടോ. തേങ്ങ നമ്മൾ പൊട്ടിച്ചെടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് തേങ്ങാവെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തെടുത്താൽ മതി. നമുക്ക് ആവശ്യാനുസരണം, അതായത് ഈ ഒരു പാലപ്പൊക്കെ ചൂടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു തേങ്ങാവെള്ളം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങാവെള്ളം നമ്മൾ ആദ്യം ഒന്ന് പുളിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പോളം വരുന്ന തേങ്ങാവെള്ളം നമുക്ക് ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഒരു തേങ്ങാവെള്ളം നന്നായിട്ട് അങ്ങോട്ട് പുളിച്ച് വരാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പഞ്ചസാര നമ്മൾ ഈ ഒരു തേങ്ങാവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അലിയിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊരു 12 മണിക്കൂർ പുറത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുളിപ്പിച്ചെടുക്കാം. നമ്മളിതുപോലെ തേങ്ങാവെള്ളം ഈ ഒരു മാവിലോട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് നമുക്ക് ഈസ്റ്റ് ആ ഒരു മാവിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു എഫക്റ്റ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞതിന് ശേഷം ഈ ഒരു തേങ്ങാവെള്ളം നമ്മൾ പുളിപ്പിക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു 12 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഈ ഒരു തേങ്ങാവെള്ളമൊക്കെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനിയിത് നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു മാവിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ തലേന്നൊക്കെ ഈ ഒരു തേങ്ങാവെള്ളം അങ്ങോട്ട് പുളിപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ മാവ് അരച്ച് വയ്ക്കുമ്പോഴേക്കും ഈ ഒരു തേങ്ങാവെള്ളം നന്നായിട്ട് അങ്ങോട്ട് പുളിച്ച് വന്നിട്ടുണ്ടാവും. അത് നമുക്ക് നേരിട്ട് ഈ ഒരു മാവിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് മറ്റൊരു പാത്രത്തിൽ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു പഞ്ചസാര വെളിച്ചെണ്ണയിൽ ഒന്ന് അലിഞ്ഞ് ചേർന്നോട്ടെ. എന്നിട്ട് ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് പുളിച്ച് വരികയും ചെയ്യും. കൂടാതെ നമ്മൾ ചുട്ടെടുക്കുന്ന പാലപ്പം എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് അങ്ങോട്ട് മാവിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു പഞ്ചസാര ഒന്ന് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവിലോട്ട് ചേർത്തെടുക്കാം.
ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവസാനം നമ്മുടെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് കറക്റ്റ് ഇതുപോലെ ആയിരിക്കണേ. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല. കാരണം ഇത് നമ്മൾ തേങ്ങാവെള്ളം ചേർത്ത് കൊടുത്തതായതുകൊണ്ട് നന്നായിട്ട് പുളിച്ച് വരുമ്പോഴേക്കും ഈ ഒരു മാവ് എന്ന് പറയുന്നത് ഒന്നും കൂടി അങ്ങോട്ട് ലൂസാകും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് മാവിൻ്റെ കട്ടി എന്ന് പറയുന്നത് കറക്റ്റ് ഇതായിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. തലേ ദിവസത്തൊക്കെ നമ്മൾ മാവ് ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് അങ്ങോട്ട് പുളിച്ച് വരും. അപ്പോൾ ഇതേ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഒരു 8 മണിക്കൂറെങ്കിലും നമ്മളിത് മാവ് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലുള്ളൊരു തവയോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവ് കണ്ടോ, നമ്മൾ ഈസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ കള്ളൊക്കെ ചേർത്ത് കൊടുത്ത പോലെ നന്നായിട്ട് അങ്ങോട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു തേങ്ങാവെള്ളം ഉപയോഗിച്ചിട്ട് മാവ് പുളിപ്പിച്ച് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ശരിക്കും ഈസ്റ്റും അതേപോലെ കള്ളൊക്കെ ചേർത്തിട്ട് പാലപ്പം ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ ഒരു മാവിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലോട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്ന ആ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ സ്റ്റൗവിൽ പാലപ്പച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് ഒരു 1.5 സ്പൂണോളം വരുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1.5 തവിയോളം വരുന്ന മാവ്, ആ ഒരു പാലപ്പത്തിൻ്റെ മാവ് നമുക്കിതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ പാലപ്പം ചുട്ടെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നടുക്ക് കുറച്ച് ഈ ഒരു സെൻറ്റർ ഭാഗത്ത് കുറച്ചൊന്ന് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് ഈ ഒരു പാനിൽ നമ്മളെടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയോ കപ്പി കാച്ചോ ഒന്നും ചെയ്തിട്ടില്ല. എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തേങ്ങാവെള്ളം വെച്ചിട്ടുള്ള നമ്മുടെ നല്ല നാടൻ രീതിയിലുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ പാലപ്പവും നമുക്ക് അങ്ങോട്ട് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പഞ്ഞു പോലുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസ്റ്റോ സോഡാപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ കപ്പി കാച്ചോ ഒന്നും ചെയ്യേണ്ട. നല്ല നാടൻ രീതിയിൽ തേങ്ങാവെള്ളം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് പാലപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതുവരെ തേങ്ങാവെള്ളം ഉപയോഗിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പാലപ്പത്തിന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള നല്ല നാടൻ രീതിയിലുള്ള മുട്ടക്കറിയാണ് കേട്ടോ. മുട്ടക്കറിയും ഈ ഒരു പാലപ്പം എന്ന് പറയുന്നത് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യവും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂട്ടത്തിലുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയാവുന്ന സമയത്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ വരുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.